ഓക്കെ ആണോ? ഓക്കെ സാർ, ഓക്കെ ആണ്. ക്രൂസ് ഓക്കെ ആണോ? ഈ ലൈറ്റ് കറക്റ്റ് ആണോ? ഇത് ലൈറ്റ് 2 തെർമോക്കോൾ എന്തെങ്കിലും വെക്കണോ? തെർമോക്കോൾ വെക്കണമെന്ന്. ലൈറ്റ് ഓക്കെ ആണോ? ലൈറ്റ് ഓക്കെ ഓക്കെ. ഇത് പൊസിഷൻ കറക്റ്റ് ആണല്ലോ അല്ലേ ലൈറ്റ്? കറക്റ്റ് ആണ് സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റൈറ്റ്. ഓക്കെ സാർ, ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം, ഒരു സംവാദം, പ്രത്യേകിച്ച് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാറിൻ്റെ ഒരു പ്രതികരണം ഇതുവരെയും അത് വന്നിട്ടില്ല. കാരണം ഞാനൊരു ആക്ടർ മാത്രമാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാകും, ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ളൊരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ സംസാരിക്കട്ടെ. സാർ, ഇപ്പോൾ ഒരു സിനിമ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സംവിധായകന്, അതിൻ്റെ റൈറ്റർക്ക്, പിന്നെ പ്രൊഡ്യൂസർക്കൊക്കെ ഒരു വലിയ പങ്കുണ്ട്. പക്ഷേ അതിൽ അഭിനയിക്കുന്ന നടനും സൊസൈറ്റിയോട് പ്രത്യേക തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട എന്നാണോ, അതോ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്, ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണിക്കാറുണ്ട്. ഓക്കെ. പക്ഷേ ഇത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ബിസിനസ്സിന് ഉതകുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഡയറക്ടർ പറയുന്ന ആ ക്യാരക്ടർ ഞാൻ അവതരിപ്പിച്ച് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് സാറ് പൂർണ്ണ തൃപ്തനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ സോഡ സർവത്ത് കഴിച്ചിട്ട് സോഡയിലാണോ തൃപ്തൻ സർവത്തിലാണോ തൃപ്തൻ എന്ന് ചോദിച്ച പോലെ ആയിപ്പോയി. ഇനി എനിക്ക് സാറിനോട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അയ്യപ്പൻ, അയ്യോ സാർ, സത്യശീൽ അല്ല നിങ്ങളല്ലേ, നിങ്ങൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചേഞ്ച്. അല്ല നീ എന്താ കാണിക്കുന്നത്? നീ കണ്ണാടി എങ്ങനെ പിടിച്ചിരിക്കുന്നത്? എത്ര കാലമായി എൻ്റെ കൂടെ? ഇപ്പോഴൊരു മിറർ ശരിക്കും പിടിക്കാൻ അറിയില്ല അവന്. ഞാൻ വിളിച്ചത് നോക്കാനല്ല, ആ ഫ്രാൻസിസ് വിളിച്ചിരുന്നു. എത്ര മണിക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞത്? എത്ര മണിക്ക് സാർ പറഞ്ഞു? എന്നോടാണ് ചോദിക്കുന്നത്. 11. ആ മതി, ഞാൻ നോക്കാം. ഇവിടെ എത്ര മണി വരെയാണ്? കഴിഞ്ഞു സാർ, 10 മിനിറ്റ്. ആ ശരി, എന്നാ പോയിക്കോ. മാറ്. ഓക്കെ, പോറല്ലോ സാർ. ഇപ്പോൾ മണ്ടോദരി തൊടുത്തു വിട്ടിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ടുള്ള ഈ ഒരു സംവാദം സത്യത്തിൽ വേണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ മണ്ടു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. എനിക്കൊരിക്കലും അവരോടൊരു വിദ്വേഷം തോന്നേണ്ട കാര്യമില്ല. കാരണം അവരൊരു കഥാപാത്രത്തെയാണ് പറയുന്നത്. സിനിമ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നന്നാവൂ? മതി, അതൊരു അനാവശ്യ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ നിർത്താം. അയ്യപ്പാ, എന്താണ് കാണിക്കുന്നത്? ഊണ് കഴിച്ചോ? നിന്നോടാ കഴിച്ചോ? ഇല്ല, കഴിക്കാം സാർ. ഓക്കെ. മറിമായം.